നമ്മൾ ആദ്യം പോകുന്നത് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഇറാനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. തെക്കൻ ഇറാനിൽ വൻ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭൂഗർഭ ആണവ കേന്ദ്രമായ പിക്കാക്സ് മൗണ്ടൻ ആക്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹോർമൂസിൽ വീണ്ടും അമേരിക്ക നാവികോപരോധം പ്രഖ്യാപിച്ചു. ഹോർമൂസിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാനെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. അത്ര സന്തോഷകരമായ വാർത്തകളല്ല പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം ഈ സംഘർഷം കൂടിക്കൂടി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹോർമൂസുമായി ബന്ധപ്പെട്ട അതിന്റെ നിയന്ത്രണാധികാരവുമായി ബന്ധപ്പെട്ട് തർക്കം വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ്. ഒപ്പം ഇറാനിൽ പല ഭാഗങ്ങളിൽ ആക്രമണം. എങ്ങോട്ടേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്? അമൽ ദിൽന, ഇറാനെതിരെ തുടർച്ചയായ മൂന്നാം രാത്രിയും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം. ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ പുനഃസ്ഥാപിച്ച ഈ നാവിക ഉപരോധം അത് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അത് നാളെ അമേരിക്കൻ സമയം, അതായത് ന്യൂയോർക്ക് വാഷിംഗ്ടൺ സമയം വൈകുന്നേരം 4 മണിയോടുകൂടി ആയിരിക്കുമെന്നാണ് ഈ സൈനിക നടപടികൾ ഏകോപിപ്പിക്കുന്ന US സെൻട്രൽ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് അമേരിക്ക പുതിയ സൈനിക നീക്കം നടത്തുന്നത്. ഹോർമൂസ് കടലെടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണത്തിനായി അമേരിക്കയും ഇറാനും ഒരേ സമയം അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് അപ്പോഴാണ് ഈ മേഖലയിൽ വീണ്ടും ഈ സംഘർഷം രൂക്ഷമാകുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ഇറാന്റെ ആക്രമണം അത് നിർത്തലാക്കുക അല്ലെങ്കിൽ ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് US സെൻട്കോം വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ രാത്രി മുഴുവൻ സ്ഫോടനങ്ങൾ നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ്, കിഷ്, കേഷം തുടങ്ങിയ ദ്വീപുകൾ, ഇതുകൂടാതെ ബുഷ പ്രവിശ്യയിലെ ജാം നഗരത്തിലും സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ആണവ നിലയങ്ങൾ, അതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ ആണവ കേന്ദ്രം ആക്രമിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇത് നെതാൻസ് ആണവ കേന്ദ്രത്തിന് വളരെ അടുത്ത് ഒരു ഭൂഗർഭ ആണവ കേന്ദ്രമാണ്. ഇവിടാണ് ഇറാന്റെ പ്രധാനമായിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നതെന്നാണ് അമേരിക്ക കരുതുന്നത്. അതേസമയം ഇറാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹോർമൂസ് കടലെടുക്ക് തുറന്നു കിടക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ പറഞ്ഞത്. ഇറാൻ കപ്പലുകളെയും അതുപോലെ ഈ ഇറാന്റെ ഈ ഓയിൽ കൺസ്യൂമേഴ്സും കടലിടുക്കിൽ പ്രവേശിക്കുന്നത് തടയും, അത് പുറത്തോട്ട് പോകാനും സമ്മതിക്കില്ല. ഇതിനെ പറയുന്നത് ഇത് ഇറാനിയൻ ബ്ലോക്കേഡ് എന്നാണ്. അത് ഉടനടി പുനഃസ്ഥാപിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അതായത് മറ്റ് രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് വളരെ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ട്രംപ് ഉറപ്പും നൽകുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി മുതൽ ഈ അമേരിക്ക ഈ ഹോർമൂസ് കടലിടുക്കിന്റെ ഒരു ഗാർഡിയൻ ഓഫ് ഹോർമൂസ് അല്ലെങ്കിൽ അതിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടും എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇവിടെ വലിയ ചെലവുണ്ട് സംരക്ഷണത്തിനായി. അതിനായി ഇതുവഴി പോകുന്ന കപ്പലുകൾ ഏതാണ്ട് 20% തുക അമേരിക്കയ്ക്ക് നൽകണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അമൽ ദില്ല. ശരി, എന്തായാലും പശ്ചിമേഷ്യ സംഘർഷഭരിതമാവുകയാണ്. ഇറാനിൽ വലിയ ആക്രമണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്നുള്ള വാർത്തയുടെ വിവരങ്ങളാണ് മധു കൊട്ടാരക്കര നമ്മളോട് പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ R സുഗതന്റെ പുനഃപ്രതിജ്ഞ ഇന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കും. സംസ്ഥാനത്ത് ആദ്യമായാണ് ജയിലിലെ സത്യപ്രതിജ്ഞ. രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് പ്രവേശനം. അജ്മൽ ദിറാർ വിവരങ്ങളുമായി ചേരുകയാണ്. അജ്മൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സത്യപ്രതിജ്ഞത്തിന് മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. ആ രീതിയിലൊരു സത്യപ്രതിജ്ഞയ്ക്കാണ് വിയ്യൂർ ജയിൽ സാക്ഷിയാകാൻ പോകുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ? മാധ്യമങ്ങൾക്കുൾപ്പെടെ പ്രവേശനമുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിനുള്ളിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അതിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറായ R സുഗതൻ കാപ്പ കേസിൽ ഉൾപ്പെട്ട് അകത്തായി, അതായത് അറസ്റ്റിലായതിനു പിന്നാലെ ഇദ്ദേഹം ഹൈക്കോടതിയിലെത്തി ഇളവ് തേടിയാണ് ഇന്ന് ഈ പറയുന്ന ജയിലിനുള്ളിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്നത്. ഈ പറയുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ പറയുന്ന സുഗതന് സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കിക്കൊണ്ട് ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ കോടതി പറഞ്ഞത് ജനാധിപത്യത്തിൽ ഇങ്ങനെ ഒരു അവകാശം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സുഗതന് നിലനിൽക്കുന്നുണ്ട്. അത് പരിഗണിച്ചാണ് കോടതിയുടെ ഇടപെടൽ എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് യഥാർത്ഥത്തിൽ സുഗതന് ഇപ്പോൾ ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞയ്ക്കുള്ള വഴിയൊരുക്കുന്നത്. അതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാട് തന്നെയാണ് ഇന്നലെ ആദ്യ പ്രതികരണത്തിൽ തന്നെ BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള VV രാജേഷും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്നലെ വൈകിട്ട് തന്നെ
തൃശ്ശൂരിലെ വിയൂരിലേക്ക് പുറപ്പെടുമെന്നാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ സംഘവും ഇപ്പോൾ രാവിലെ തന്നെ തൃശ്ശൂരിലെ വിയൂർ ജയിലിലേക്ക് എത്തിയിട്ടുണ്ടാകണം. അതോടൊപ്പം തന്നെ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി അംഗീകൃത മാധ്യമപ്രവർത്തകർക്കടക്കം ഈ പറയുന്ന ദൃശ്യങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യാനും മറ്റും ജയിലിനുള്ളിലേക്ക് പ്രവേശനവും സൗകര്യവും ഒരുക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിനുള്ള അവസരം കൂടി ഉണ്ടാകും. ഏതായാലും ഇന്നലെ ഈ വിധി വന്നതിന് പിന്നാലെ പ്രതിപക്ഷം, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഖ്യ പ്രതിപക്ഷമായ UDF-ഉം അതോടൊപ്പം തന്നെ LDF-ഉം ഇതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ചെയ്തത്. കോടതി വിധി അവർ സ്വാഗതം ചെയ്യുമ്പോഴും തിരുവനന്തപുരത്തിന്റെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപമാനകരമായ സംഭവമാണ്. അതിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവായിട്ടുള്ള ശബരിനാഥൻ പറഞ്ഞത് 288 കിലോമീറ്റർ അപ്പുറത്തിരുന്ന് തിരുവനന്തപുരത്തിന്റെ ഒരു ജനപ്രതിനിധിക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരിക എന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ തന്നെ അപമാനകരമാണെന്നാണ്. അതോടൊപ്പം തന്നെ LDF-ന്റെ കക്ഷി നേതാവായിട്ടുള്ള SP ദീപക് പറഞ്ഞത് ഇത് തിരുവനന്തപുരം നഗരവാസികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ്. പക്ഷേ ഈ വിമർശനങ്ങളെ ഒന്നും BJP ഭരണകൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യമായി അധികാരത്തിലെത്തിയ BJP ഭരണസമിതി മുഖവിലേക്ക് എടുക്കുന്നില്ല. അവർ പറയുന്നത് കോടതിയിൽ നിന്ന് ലഭിച്ചത് നീതിയാണ്. ഈ പറയുന്ന കോടതിയിൽ നിന്ന് ലഭിച്ച വിധി എന്ന് പറയുന്നത് BJP ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. അവർക്ക് ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറുടെ സത്യപ്രതിജ്ഞ ആവശ്യമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സുഗതൻ ഉൾപ്പെടെ 101 കൗൺസിലർമാരും ഈ 5 വർഷവും അയോഗ്യരാകാതെ മുന്നോട്ട് പോകുമെന്ന് ഇന്നലെ മേയറുടെ പ്രസ്താവനയാണ്. കാരണം സുഗതൻ ഇപ്പോൾ കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിലും പങ്കെടുത്തിരുന്നില്ല. സുഗതനെ ചൊല്ലി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ അടക്കം പ്രക്ഷുബ്ധമായിട്ടുണ്ടായിരുന്നു. ഒരു കൗൺസിൽ യോഗത്തിൽ കൂടി ഈ സുഗതൻ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം ഇയാളെ അയോഗ്യനാക്കുവാനുള്ള ചട്ടം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും 20 കൗൺസിലർമാരിൽ ഈ പറയുന്ന ദൈവനാമത്തിന് പുറമെ മറ്റ് ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 19 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്യുകയും സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്ത സാഹചര്യം എന്ന് പറയുന്നത് ഭരണസമിതി സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. താൽക്കാലികമായി ഈ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലൂടെ ആ ആശങ്ക പരിഹരിക്കുമെങ്കിലും ഈ പറയുന്ന കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അയോഗ്യത കൽപ്പിക്കുവാനുള്ള ചട്ടം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി എന്താണ് ഭരണസമിതി കൂടുതൽ നടപടികളിലേക്ക് കടക്കുക, അതിനുവേണ്ടി ഇദ്ദേഹത്തിന്റെ അയോഗ്യത മാറ്റാൻ വേണ്ടിയുള്ള എന്ത് നടപടികളിലേക്കാണ് കടക്കുക എന്നുള്ളതാണ് അടുത്ത മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പ്രത്യേകിച്ച് 29-ാം തീയതി മറ്റൊരു കൗൺസിൽ യോഗം കൂടി ചേരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ നീക്കങ്ങൾ പ്രധാനമാണ്. അമൽദില്ല. ശരി, അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. പുനഃപ്രതിഷ്ഠ നടന്നാലും കടമ്പകൾ ഏറെയുണ്ട് BJPക്ക് മുന്നിൽ. കാരണം കാപ്പ നിലനിൽക്കുന്നതിനാൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് സുഗതന് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ 3ാമതും കൗൺസിൽ യോഗത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതിരുന്നാൽ അതെങ്ങനെ ബാധിക്കുന്നത് വലിയൊരു കാണേണ്ട കാര്യമാണ്. രാഷ്ട്രീയമായി കൂടി അവർ ഇക്കാര്യത്തിൽ ഒരു മറുപടി മറ്റ് കോൺഗ്രസിനോടും CPM-നോടും ഒക്കെ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു കാപ്പ കേസ് പ്രതിയാണ് ജയിലിൽ വെച്ച് അവർക്ക് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ വരുന്നൊരു വാർത്ത പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. ഹോർമൂസ് കടലിടുക്കിൽ UAE കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. 8 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇതാരാണ് കൊല്ലപ്പെട്ടത്? ഇന്ത്യൻ നാവികൻ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഈ ഹോർമൂസ് കടലിടുക്കിലാണ് UAE-യുടെ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായതായി UAE-യുടെ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു എന്ന വിവരവും UAE-യുടെ പ്രതിരോധ മന്ത്രാലയം പങ്കുവച്ചിട്ടുണ്ട്. 8 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. 2 എണ്ണ ടാങ്കറുകൾക്കും ഈ മിസൈൽ ആക്രമണത്തിൽ തീ പിടിക്കുകയുണ്ടായി. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാരാണ്, 2 പേർ ഉക്രൈനിയൻ പൗരന്മാരാണ് എന്ന കാര്യവും UAE-യുടെ അധികൃതർ അറിയിക്കുന്നുണ്ട്. ഈ മെംബാസ, അൽ ബഹിയ എന്നീ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ UAE-യുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളും എന്നൊരു ആഹ്വാനം കൂടി നടത്തിയിട്ടുണ്ട്. എന്തായാലും മറ്റ് ഈ ഇന്ത്യൻ നാവികരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവച്ചിട്ടില്ല. മറിച്ച് ഈ ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം 6 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് അച്യുതൻ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. വിയറ്റ്നാമിലെ സ്പീഡ് ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ 8:50-ന് AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും. പിന്നീട് മൃതദേഹം കൊട്ടാരക്കരയിലെ വീട്ടിലേക്കും കൊണ്ടുപോകും. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, കേരളത്തിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അതെല്ലാം പൂർത്തിയായിട്ടുണ്ടോ?
കഴിഞ്ഞ ദിവസം വിയറ്റ്നാമിലുണ്ടായ സ്പീഡ് ബോട്ട് അപകടത്തിലാണ് മലയാളികളടക്കം 15 ഇന്ത്യക്കാർ മരിച്ചത്. കൊട്ടാരക്കര സ്വദേശികളായ വ്യവസായി AC തോമസ്, ഭാര്യ ലവ്ലിനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അത് അവസാന ഘട്ടത്തിലാണ്. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ 8:50 മൃതദേഹങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും. തുടർന്ന് കൊട്ടാരക്കരയിലെ അവരുടെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. ഇന്നലെയാണ് ഈ മൃതദേഹങ്ങൾ വിയറ്റ്നാമിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ മുംബൈയിൽ നിന്നുള്ള വിമാനത്തിൽ മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുപോരും. ശ്രീനാഥ് ചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ? എപ്പോഴാണ് മുംബൈയിൽ നിന്ന് ഈ വിമാനം കേരളത്തിലേക്ക് പുറപ്പെടുക? ഇന്നിപ്പോൾ രാവിലെ 6:30 അതായത് അല്പസമയത്തിനകം തന്നെ കേരളത്തിലേക്കുള്ള വിമാനത്തിൽ മൃതദേഹം ഇവിടെ നിന്ന് പുറപ്പെടും. മുംബൈയിൽ നിന്ന് പുറപ്പെടും. എയർ ഇന്ത്യ വിമാനത്തിലാണ് തിരുവനന്തപുരത്തേക്കുള്ള 6:30 എയർ ഇന്ത്യ വിമാനത്തിലാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. രാവിലെ ഏതാണ്ട് 8:50 തിരുവനന്തപുരത്ത് മൃതദേഹങ്ങൾ എത്തും. ഇന്നലെ രാത്രി ഏതാണ്ട് 9:30 വിയറ്റ്നാം എയർലൈൻസിൽ മുംബൈയിലേക്ക് എല്ലാ മൃതദേഹങ്ങളും ഒരുമിച്ച് എത്തിക്കുന്നത്. പിന്നീട് ഏതാണ്ട് 2-3 മണിക്കൂറോളം മറ്റു നടപടിക്രമങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്റർനാഷണൽ കാർഗോ ടെർമിനലിൽ നിന്നും കോംപ്ലക്സിൽ നിന്നും പിന്നീട് ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് മൃതദേഹങ്ങൾ ആംബുലൻസിൽ മാറ്റി എല്ലാ മൃതദേഹങ്ങളും ഒന്നിനു പുറകെ ഒന്നായാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇന്റർനാഷണൽ ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. പിന്നീട് റോഡ് മാർഗം ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് മാറ്റുകയും ചെയ്തു. പുലർച്ചെ 3 മണിയോടെയാണ് അങ്ങനെ എത്തിച്ചത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. തമിഴ്നാട്ടിൽ നിന്നുള്ള 10 പേരുടെ മൃതദേഹമുണ്ട്. അത് 3 ഇടങ്ങളിലേക്കായാണ് കൊണ്ടുപോവുക എന്നതാണ് തമിഴ്നാട് സർക്കാർ ഇന്നലെ ഇവിടെ എത്തിയ പ്രതിനിധി നമ്മളോട് പറഞ്ഞത്. ചെന്നൈയിലേക്കും കോയമ്പത്തൂരേക്കും മധുരയിലേക്കും ഓരോ വിമാനങ്ങൾ പോകും എന്നതാണ് അറിയുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള 3 പേരും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അവരുടെ മൃതദേഹവും ഇന്ന് പകലാണ് കൊണ്ടുപോകുന്നത്. അവരുടെ വിമാനം ഏത് വിമാനത്തിലാണെന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കേരളത്തിലേക്കുള്ള 2 പേർ ഈ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഇന്നലെ രാത്രി മുഴുവൻ മുംബൈയിൽ ഉണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ കാർഗോ കേന്ദ്രത്തിലൊക്കെ ഇന്നലെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് അവരുണ്ടായിരുന്നു. കേരളത്തിന്റെ പ്രതിനിധിയായി നോർക്കയിലെ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നവി മുംബൈയിലെ ഒരു സാമൂഹ്യ പ്രവർത്തനം ഈ ജോലികൾക്ക് വേണ്ടി അവിടെ എത്തുകയും ചെയ്തിരുന്നു. അവർ 2 പേരും ചേർന്നാണ് രാത്രി മറ്റു നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ പുലർച്ചെ 3 മണിയോടെ ഇന്റർനാഷണൽ കാർഗോയിൽ നിന്ന് മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ മൃതദേഹം ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് മാറ്റുകയും പിന്നീട് അവിടെ നിന്ന് ഇപ്പോൾ വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്യും. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. PSC പരീക്ഷാ ക്രമക്കേടിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ഇന്നും തുടരും. അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചുവരുത്തിയാണ് പരാതിക്കാരുടെ മൊഴി ശേഖരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരാതിക്കാരായ 2 പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. മൊഴിയെടുപ്പ് പൂർത്തിയായാൽ PSCയിൽ നിന്ന് ആവശ്യമായ രേഖകൾ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നലെ PSC ഓഫീസിൽ നേരിട്ടെത്തി ഫയലുകൾ കൈമാറുന്ന കാര്യം ചെയർമാനെ അറിയിച്ചിരുന്നു. മൊഴികളും രേഖകളും കൃത്യമായി പരിശോധിച്ച ശേഷമേ FIR രജിസ്റ്റർ ചെയ്യുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കൂ. FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം PSC ചെയർമാൻ അടക്കമുള്ളവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും SITക്ക് നൽകാൻ PSC യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ജനവിശ്വാസം വീണ്ടെടുക്കാനുള്ള ഇടപെടലുകൾ സജീവമാക്കാൻ കേരളത്തിലെ പാർട്ടിക്ക് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് തിരിച്ചുവരണമെന്നാണ് നിർദ്ദേശം. പ്രചരണവും പ്രക്ഷോഭവും ശക്തമാക്കാൻ വിവിധ സംസ്ഥാന ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവലോകനം CPIM കേന്ദ്ര കമ്മിറ്റിയിൽ വിശദമായി നടത്തി. ബംഗാളിൽ ജനപങ്കാളിത്തം ഉണ്ടെങ്കിലും പ്രവർത്തനം വിപുലീകരിക്കാൻ ആകാത്തത് വെല്ലുവിളികൾ നേടുന്നുവെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാനായി ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് യോഗം രൂപം നൽകും. UDF സർക്കാരിന്റെ ധവളപത്രത്തെ ചോദ്യം ചെയ്യുന്ന ബദൽ ധവളപത്രവും ഇന്ന് പുറത്തിറക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജ്മൽ, ഗുഡ് മോർണിംഗ്. വലിയ രാഷ്ട്രീയമായ പ്രതിസന്ധികൾ CPIMനെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ CPI ഇപ്പോഴും അവരുടെ സ്വരം കടുപ്പിച്ചിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ?
അമൽ, ഈ പറഞ്ഞതുപോലെ LDF എന്ന മുന്നണി ഒന്നാകെ, ഇടതുപക്ഷ രാഷ്ട്രീയം ഒന്നാകെ കേരളത്തിൽ വലിയ തിരിച്ചടികളും പ്രതിസന്ധികളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ LDF മുന്നണിക്കുള്ളിലെ പ്രധാനപ്പെട്ട കക്ഷികളായ CPIM-ന്റെയും CPI-യുടെയും പ്രധാനപ്പെട്ട നിർണായകമായ യോഗങ്ങൾ ഇന്ന് നടക്കുന്നത്. അവരുടെ സംഘടനാപരമായ യോഗങ്ങൾ ഇന്ന് നടക്കുന്നു. അതുപോലെ തന്നെ ചില നടപടികളിലേക്ക് അടക്കം ഇരു പാർട്ടികളും കടക്കുന്നു എന്നുള്ള സൂചനകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ തീരുമാനങ്ങൾ, അതിൽ സംഘടനാപരമായ തീരുമാനങ്ങൾ ചർച്ച ചെയ്യുക എന്ന അജണ്ടയോടുകൂടിയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. അതിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് ഈ പറയുന്നത് പോലെ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ ജനവിശ്വാസത്തെ വീണ്ടെടുക്കുക എന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്ന ആവശ്യകതയെ എങ്ങനെയാണത് നമുക്ക് വീണ്ടെടുക്കാനാവുക, അതിന് എന്തൊക്കെ സംഘടനാപരമായ നടപടികളിലേക്കാണ് പാർട്ടി കടക്കേണ്ടത് എന്നടക്കമുള്ള വിഷയങ്ങൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ വിഴിഞ്ഞം തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അതിൽ എന്തൊക്കെ തുടർ പ്രക്ഷോഭങ്ങളിലേക്കാണ് പാർട്ടി കടക്കേണ്ടത് എന്ന്, അത് LDF മുന്നണിയെ ഒന്നാകെ കൂട്ടിക്കൊണ്ട് കടക്കേണ്ടതെന്നടക്കമുള്ള ചർച്ചകൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് CPIM-നുള്ളിൽ തന്നെ ആ വിഷയത്തിൽ പലതരത്തിൽ നേതാക്കൾ പല അഭിപ്രായങ്ങൾ പറയുകയും CPM-ൽ നിന്നും അസാധാരണമായ നിലയിൽ പല നേതാക്കൾ പല നിലപാടുകൾ ആ വിഷയത്തിൽ എടുക്കുന്നതായി പൊതുസമൂഹത്തെ തോന്നിപ്പിക്കും വിധമുള്ള നിലപാടുകളും നടപടികളും അവരുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് പാർട്ടി ഒന്നടങ്കം ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന വിധത്തിൽ അതിൻ്റെ പുതിയ നടപടിക്രമങ്ങളിലേക്കും അതിൻ്റെ പുതിയ സമര പരിപാടികളിലേക്കും എങ്ങനെ കടക്കാമെന്നടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അതുകൂടാതെ CPI-യെ സംബന്ധിച്ചിടത്തോളം അവരുടെയും സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരുന്നുണ്ട്. ഇന്നലെ ചേർന്ന CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെടുത്ത തീരുമാനങ്ങളുടെ തുടർ ചർച്ച എന്ന നിലയിലാണ് CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരുന്നത്. അവരും ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓഹരി കൈമാറ്റത്തിൽ എങ്ങനെയാണ് പാർട്ടി നിലപാട് സ്വീകരിക്കേണ്ടത്, അതിൻ്റെ എന്തൊക്കെ നിയമ നടപടികളുമായാണ് പാർട്ടി മുന്നോട്ട് പോകേണ്ടത് എന്നടക്കമുള്ള വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് അതിലൊരു പൊതുതാൽപര്യ ഹർജിയുമായി മുന്നോട്ട് പോകാൻ ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ആ കരാർ, അതായത് കേരളത്തിലെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം ഈ പറയുന്ന പോർട്ട് ലിമിറ്റഡും അദാനി പോർട്ട് ലിമിറ്റഡുമായി തമ്മിലുള്ള ഒരു കരാറുണ്ടല്ലോ, ആ കരാർ എങ്ങനെയാണ്, അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിൽ 25% വരെ ഓഹരി കൈമാറ്റം ഈ അദാനി പോർട്ട് നടത്തുന്നുണ്ട് എങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കണമെന്ന് അടക്കമുള്ള ക്ലോസുകളെ വിശദമായി പഠിച്ച ശേഷമാകും പൊതുതാൽപര്യ ഹർജിയിലേക്ക് അടക്കം പാർട്ടി കടക്കുക. അതോടൊപ്പം തന്നെ ഈ ഉപപ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യകതയിൽ ഉറച്ചു നിൽക്കാനും ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അടക്കം തീരുമാനമെടുത്തേക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ വിഷയത്തിൽ അടക്കം CPI എടുത്ത നിലപാടിനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷത്തിലൊന്നാകെ തിരിച്ചടി നേരിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും പൊതുസമൂഹത്തിൽ നിന്നും വലിയ സ്വീകാര്യതയും അതിനെക്കുറിച്ച് വലിയ ചർച്ചകളും ഉയർന്നു വരുന്ന പശ്ചാത്തലം, പ്രത്യേകിച്ച് ഈ കേരള കോൺഗ്രസ് M അടക്കമുള്ള പാർട്ടികൾ LDF-നുള്ളിൽ നിന്ന് ദുർബലമാകുന്ന സാഹചര്യത്തിലൊക്കെ അത്തരം വിഷയങ്ങൾ അവർ കൂടുതൽ സ്വീകാര്യത കിട്ടുമ്പോൾ ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ CPIM-ന്റെ ഒരു ബദൽ ധവളപത്രം കൂടി ഇന്ന് പുറത്തിറക്കും. കഴിഞ്ഞ UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തെ എന്തായാലും CPIM-യുടെയും CPIM-ന്റെയും നിർണായക സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് തലസ്ഥാനത്ത് ചേരുകയാണ്. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള CPIM-CPI ചർച്ചയിൽ അനിശ്ചിതത്വം. ഇന്ന് MN സ്മാരകത്തിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് LDF കൺവീനർ CPI-യെ അറിയിച്ചിരുന്നത്. കൂടിക്കാഴ്ച ഇന്ന് വേണമെന്നതിൽ CPIM നേതൃത്വത്തിൽ പുനരാലോചന നടക്കുന്നുണ്ട്. എന്നാൽ ചർച്ച മാറ്റിവെച്ചതായി CPI-ക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് മുൻപ് കൂടിക്കാഴ്ച നടത്താമെന്നാണ് CPI-യെ CPIM നേരത്തെ അറിയിച്ചിട്ടുള്ളത്. മറ്റു വാർത്തയിലേക്കാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. സംഭവത്തിന് പിന്നാലെ കേരളം വിട്ട ഡോക്ടർ MK റാം ആന്ധ്ര ചിറ്റൂരിലാണ് ഇപ്പോഴുള്ളത്. സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ആരോപണത്തിന് പിന്നാലെ ഡോക്ടർ റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് തലശ്ശേരി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. കോവിഡ് കാലത്തെ ബ്രേക്ക് ദി ചെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ ആരോഗ്യവകുപ്പ് നിയോഗിച്ച 3-അംഗ സംഘത്തിന്റെ അന്വേഷണം ഉടൻ തുടങ്ങും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ആരോഗ്യമേഖലയിലെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കാനാണ് തീരുമാനം. സമഗ്രമായ അന്വേഷണം നടത്തി 3-അംഗ സംഘം 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകിയിരുന്നു. ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 4.8 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. സാമ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. സമഗ്രമായ ഓഡിറ്റ് നടത്തി തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ധനകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രേക്ക് ദ ചെയിൻ പദ്ധതി
നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സാമ്യ സുരക്ഷാ മിഷന് യാതൊരു പ്രവർത്തനത്തിന്റെ ചുമതലയും നൽകിയിരുന്നില്ല എന്ന് ധനവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം അന്വേഷണം നടക്കട്ടെയെന്നും പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ പ്രതികരണം. വടകര കാഫി സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയും. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. ദിലീഷ തിലകൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. ദിലീഷ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ? അമൽ, ദിൽന, ഗുഡ് മോർണിംഗ്. ഈ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട 2 ഹർജികളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിലൊന്ന് പ്രതിയായിട്ടുള്ള ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ നൽകിയ ഹർജിയാണ്. അതായത് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ജിതിൻ ഭാസ്കർ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് ജാമ്യത്തിൽ ഇറങ്ങിയ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ജിതിൻ ഭാസ്കറിന് ജയിലിന് മുമ്പിൽ CPM പ്രവർത്തകരുടെ വൻ സ്വീകരണം ഉണ്ടായിരുന്നു. ശേഷം പ്രകടനമുണ്ടായിരുന്നു വടകര ടൗണിലൂടെ. അതിനുശേഷം വടകരയിൽ ഒരു പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, ജിതിൻ ഭാസ്കർ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഫേസ്ബുക്കിലൂടെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ CPM നൽകിയ സ്വീകരണത്തിൽ ജിതിന് 1-ാം പ്രതിയാക്കിയിട്ട് വടകര പോലീസ് കേസെടുത്തിട്ടുള്ളത്. സർക്കാരിനെയും പോലീസിനെയും വെല്ലുവിളിച്ച് നാട്ടിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വടകര പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ടാണ് ഇപ്പോൾ SIT കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മറ്റൊന്ന് റിബേഷ് രാമകൃഷ്ണൻ, അതായത് നിലവിൽ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ജിതിൻ ഭാസ്കറിനെ മാത്രമാണ് SIT പ്രതി ചേർത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ തന്നെയും പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ റിബേഷ് രാമകൃഷ്ണനും ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യം തേടി കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് സമീപിച്ചിരിക്കുന്നത്. ആ മുൻകൂർ ജാമ്യത്തിലും കോടതി ഇന്ന് വിധി പറയും. കേസിൽ പ്രതി ചേർക്കുമെന്ന വിലയിരുത്തലിലാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, മുൻ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണൻ, മനീഷ്, അതുൽ എന്നിവരെയൊക്കെ SIT സംഘം നേരത്തെ പലതവണയായിട്ട് വിളിച്ച് ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. ഈ CPM അനുകൂല വാട്സപ്പ് ഗ്രൂപ്പായിട്ടുള്ള വടകര സ്ക്വാഡിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായിട്ട് എത്തിയത് എന്ന് SIT സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ജിതിൻ ഭാസ്കറിൽ നിന്നുമാണ് റിബേഷ് രാമകൃഷ്ണന് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം റിബേഷ് രാമകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അമൽ. ശരി ദിലിഷ, എന്തായാലും SITയുടെ അന്വേഷണത്തെ തുടർന്ന് അതെങ്ങോട്ട് പോകണം എന്ന കാര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള 2 ഹർജികളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഫിഫ ലോകകപ്പിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കുന്ന 1-ാം സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. അമേരിക്കയിലെ ഡാലസിലാണ് മത്സരം. ലോകകപ്പിൽ ഇന്ന് ബ്ലോക്ക് ബസ്റ്റർ പോര്. യൂറോപ്പിലെ 2 അതികായന്മാർ സ്പെയിനും ഫ്രാൻസും നേർക്കുനേർ. യൂറോ കപ്പ് നേഷൻസ് ലീഗ് സെമിയുടെ തനി ആവർത്തനം. എപ്പോഴൊക്കെ നേർക്കുനേർ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കണ്ടത് തീപ്പൊരി പോരാട്ടങ്ങൾ. ഗോൾ അടിച്ചുകൂട്ടുന്ന ഫ്രാൻസ്, ഗോൾ വഴങ്ങാൻ പിശുക്കുള്ള സ്പെയിൻ. ഒരു വശത്ത് കിലിയൻ എംബാപ്പെങ്കിൽ മറുവശത്ത് ലെമീൻ യമാൽ. തീപാറും പോരാട്ടം. ടൂർണമെന്റിലെ കരുത്തുറ്റ നിര. പ്ലേയിങ് 11-ഉം ബെഞ്ചിലിരിക്കുന്നവരും ഒരുപോലെ ശക്തർ. കളത്തിൽ ആരെ ഇറക്കുമെന്നതാണ് ദശാംശിന്റെ കൺഫ്യൂഷൻ. ഗോൾ മെഷീൻ കിലിയൻ എംബാപ്പെ. ലോകകപ്പിൽ 8 ഗോളും 3 അസിസ്റ്റും. കൂട്ടിന് പുട്ടിന് പീര പോലെ ഉസ്മാൻ ഡെംബലയും മൈക്കിൾ ഒലിസയും. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും ഒരുപോലെ മികവുള്ളവർ. ലോകകപ്പിൽ 2 ഗോൾ മാത്രം വഴങ്ങിയ പ്രതിരോധ നിരയും കരുത്തർ. മൈക്ക് മൈഗ്നൻ കാവൽ നിൽക്കുന്ന ഗോൾ പോസ്റ്റ്. 3 നോക്കൌട്ട് മത്സരത്തിലും ഒരൊറ്റ ഗോൾ പോലും വഴങ്ങിയിട്ടില്ല. പ്രീ ക്വാർട്ടർ ശാപം കടന്ന് സെമിയിലെത്തിയ സ്പെയിൻ. ലക്ഷ്യം 2010-ന് ശേഷം ഒരു കിരീടം. സന്തുലിതമാണ് ടീം. കരുത്തുറ്റ പ്രതിരോധ നിര. 6 മത്സരങ്ങളിൽ നിന്ന് ഗോൾ വഴങ്ങിയത് ഒരൊറ്റ തവണ മാത്രം. പ്രതിരോധ കോട്ട കെട്ടി കുബാർസിയും ലപ്പോട്ടയും. ഇരുവശങ്ങളിൽ കുക്കുറയെയും പെഡ്രോ പോറയും. മിഡ്ഫീൽഡിൽ റോഡ്രി പെഡ്രി കോംബോ. ക്രിയേറ്റീവ് മാസ്റ്ററായി മുൻനിരയിൽ നൃത്ത ചുവടുകളുമായി ലെമീൻ യമാൽ. എല്ലാം സെറ്റാണ്. നല്ലൊരു ഫിനിഷറുടെ അഭാവമാണ് തലവേദന. പ്രീ ക്വാർട്ടറും ക്വാർട്ടറും കടന്നത് സൂപ്പർ സബ് മൈക്കിൾ മൊറീനിയോയുടെ ഗോളിൽ. നേർക്കുനേർ പോരിൽ സ്പെയിൻ തന്നെയാണ് മുന്നിൽ. 38 മത്സരങ്ങളിൽ 18-ലും ജയം. ഫ്രാൻസിന് 13. ലോകകപ്പിൽ ഇതിനു മുമ്പ് നേർക്കുനേർ വന്നത് 2006-ൽ. അന്ന് ഫ്രാൻസ് ജയിച്ചു കയറിയത് 1-3 ഗോളിന്. 2024 യൂറോ കപ്പ് സെമിയിലും 2025 നേഷൻസ് ലീഗ് സെമി ഫൈനലിലും ഫ്രഞ്ച് പടയെ കെട്ടുകെട്ടിച്ചു ലാ റോജകൾ. ഇന്ന് എല്ലാത്തിനും മറുപടി പറയണം എംബാപ്പയ്ക്കും സംഘത്തിനും.
കിരീടപ്പോര് മുറുകുമ്പോൾ ഗോൾ വേട്ടക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാനുള്ള മത്സരവും ഇഞ്ചോടിഞ്ചാണ് മുന്നോട്ട് പോകുന്നത്. 8 ഗോൾ വീതം നേടിയ കിലിയൻ എംബാപ്പയും ലിയണൽ മെസ്സിയുമായാണ് പട്ടികയിൽ മുൻപിലുള്ളത്. സൂപ്പർ താരങ്ങളെല്ലാം ഗോൾ അടിച്ചു കൂട്ടുന്ന ലോകകപ്പ്. ഒരാൾ ഒരു ഗോൾ അടിച്ചാൽ അടുത്തയാൾ രണ്ടടിക്കുന്ന സൂപ്പർ ത്രില്ലർ. സെമി ഫൈനലിൽ മണിക്കൂറുകൾ ശേഷിക്കെ സുവർണ പാതുകത്തിനായി നടക്കുന്നത് സമാനതകളില്ലാത്ത പോരാട്ടം. ഖത്തറിൽ സ്വന്തം ഷെൽഫിലെത്തിച്ച ഗോൾഡൻ ബൂട്ട് ഇത്തവണ നിലനിർത്തണമെന്ന ഒറ്റ വാശിയിലാണ് ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പെ. ക്വാർട്ടറിൽ മൊറോക്കോ കോട്ട തകർത്തെറിഞ്ഞ ഗോളോടെ റേസിൽ ഒന്നാമതെത്തി ഫ്രഞ്ച് പടത്തലവൻ. 6 മത്സരങ്ങളിൽ നിന്ന് 8 ഗോൾ, മേമ്പൊടിയായി 3 അസിസ്റ്റും. തന്റെ വേഗതയും വന്യമായ ഫിനിഷിംഗും കൊണ്ട് സ്പാനിഷ് കോട്ട തകർക്കാനാണ് എംബാപ്പയുടെ വരവ്. 39-ാം വയസ്സിലും പ്രായം കാലുകളെ ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് ലിയോണൽ മെസ്സി. തുടർച്ചയായി 9 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ. 10ാം നമ്പറുകാരന്റെ ഗോളടി ബ്രേക്കിട്ട് നിന്നത് ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരെ. ലോകകപ്പിൽ 6 മത്സരങ്ങളിൽ നിന്ന് 8 ഗോൾ, 2 അസിസ്റ്റ്. 2 തവണ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയ മെസ്സിക്ക് ഇനി ചാർത്താനുള്ളത് ഗോൾഡൻ ബൂട്ട്. തന്റെ നേട്ടങ്ങൾക്ക് മുകളിൽ ചാർത്താനുള്ള തിലകക്കുറി. 7 ഗോളടിച്ച എർലിംഗ് ഹാളണ്ടാണ് എംബാപ്പയ്ക്കും മെസ്സിക്കും തൊട്ടുപുറകിൽ. നോർവേ സെമി കാണാതെ പുറത്തായതോടെ ഹാളണ്ടിന്റെ സാധ്യതകൾ അവസാനിച്ചു. മെസ്സിക്കും എംബാപ്പയ്ക്കും ഭീഷണിയായി ഇനിയുള്ളത് 2 ഇംഗ്ലീഷുകാർ. ഇംഗ്ലീഷ് നായകൻ ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗാമും. ഇരുവർക്കും 6 ഗോൾ വീതം. വിമർശനങ്ങളെ കാറ്റിൽ പറത്തി ബോക്സിനുള്ളിൽ തീപ്പൊരി ചിതറിക്കുന്ന ഹാരി കെയ്ൻ. കോങ്കോയ്ക്കെതിരെ തോൽവിയെ മുഖാമുഖം കണ്ട ഇംഗ്ലണ്ടിനെ രക്ഷിച്ചെടുത്ത സൂപ്പർ നായകൻ. 2018-ൽ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ കെയ്ൻ ഇത്തവണയും അത് ആവർത്തിക്കാമെന്ന് കണക്ക് കൂട്ടുന്നു. 1966-ന് ശേഷം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഇംഗ്ലീഷ് പടയുടെ പ്രതീക്ഷയാണ് കെയ്ൻ. ഈ ലിസ്റ്റിലേക്കുള്ള ലേറ്റസ്റ്റ് എൻട്രിയാണ് ജൂഡ് ബെല്ലിംഗാം. പ്രീ ക്വാർട്ടറിലും ഇരട്ട ഗോൾ നേടിയാണ് ബെല്ലിംഗാമിന്റെ വരവ്. മധ്യനിരയിൽ കളി മെനയുന്നതിനോടൊപ്പം പെനൽറ്റി ബോക്സിലേക്ക് ഇരച്ചുകയറി ഗോളടിക്കാനും മിടുക്കൻ. റയലിന്റെ കുപ്പായത്തിൽ പുറത്തെടുത്ത അതേ പ്രകടനം ലോകകപ്പ് വേദിയിലും ആവർത്തിച്ചപ്പോൾ പിറന്നത് 6 ഗോൾ. കയ്യിൽ കിട്ടിയത് നിലനിർത്താൻ എംബാപ്പെ, ഒരിക്കൽ കൂടി സ്വന്തമാക്കാൻ ഹാരി കെയ്ൻ, പിടിച്ചെടുക്കാൻ മെസ്സിയും ബെല്ലിംഗാമും. ഇനിയുള്ളത് തീപാറും പോരാട്ടങ്ങൾ. വേൾഡ് കപ്പ് ഡെസ്ക് 24. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവിന്റെ JCB വനംവകുപ്പ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഇന്ന് ചർച്ച നടക്കും. മൂന്നാർ DFOയുടെ നേതൃത്വത്തിൽ നഗരംപാറ സെഷൻ ഫോറസ്റ്റ് ഓഫീസിലാണ് യോഗം. ഇവിടെയാണ് കസ്റ്റഡിയിലെടുത്ത JCB കിടക്കുന്നത്. 5 വർഷത്തിന് ശേഷം JCB തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അജീഷ്. കഴിഞ്ഞ ദിവസം ദേഹത്ത് പെട്രോൾ ഒഴിച്ച അജീഷ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. ഇതോടെയാണ് ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനവും നിർണായകമാകും. 2020-ൽ റിസർവ് ഭൂമിയിൽ നിന്ന് മരം പിഴുതു എന്ന് ആരോപിച്ചാണ് കഞ്ഞിക്കുഴി സ്വദേശി അജീഷിന്റെ വാഹനം വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. 500 രൂപയുടെ കുറ്റത്തിനാണ് 30 ലക്ഷം രൂപയുടെ വാഹനം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കണ്ണുകൾ കൊണ്ടുപോലും വ്യക്തമായി കാണാൻ കഴിയാത്തത്രയും ചെറിയ ശില്പങ്ങൾ. പക്ഷേ അവയിൽ കൊത്തിവച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനമായ 3 ശാസ്ത്രജ്ഞരുടെ രൂപങ്ങൾ. അതിശയിപ്പിക്കുന്ന ഈ മൈക്രോ ശില്പങ്ങൾ ഇനി ചരിത്രയാത്രയ്ക്കൊരുങ്ങുകയാണ്. ഒരു തയ്യൽ സൂചിയുടെ കണ്ണിനുള്ളിൽ വെറും 0.8 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള 3 സൂക്ഷ്മ ശില്പങ്ങൾ. ഇന്ത്യയുടെ ശാസ്ത്രലോകത്തെ അമരന്മാരായ CV രാമൻ, വിക്രം സാരാഭായ്, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവരുടെ മുഖങ്ങളാണ് ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. തെലങ്കാന സ്വദേശി മൈക്രോ ആർട്ടിസ്റ്റുമായ അജയ് മാറ്റേവാഡയാണ് ഈ അത്ഭുത സൃഷ്ടിക്ക് പിന്നിൽ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത ഈ ശില്പങ്ങൾ സൂക്ഷ്മദർശിനിയിലൂടെ മാത്രമേ വ്യക്തമായി കാണാനാകൂ. ഓരോ ശില്പത്തിനും വെറും 800 മൈക്രോൺ മാത്രമാണ് വലുപ്പം. മനുഷ്യന്റെ ഒരു മുടിയുടെ കനം 50 മുതൽ 100 മൈക്രോൺ വരെയാണെങ്കിൽ ഈ ശില്പത്തിന്റെ വലുപ്പം ഏകദേശം 8 മുതൽ 16 വരെ മുടിയിഴകൾ ഒന്നിച്ചു ചേർത്തതിന് തുല്യമാണ്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന പ്രത്യേക ഗ്രേഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 2023-ൽ ആരംഭിച്ച ഈ സൃഷ്ടി പൂർത്തിയാക്കാൻ അജയ് ചെലവഴിച്ചത് ഏകദേശം 140 മണിക്കൂറാണ്. മിഷൻ ആഗമൻ ദൗത്യത്തിന്റെ ഭാഗമായി അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ കലാസൃഷ്ടി ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കും. ന്യൂസ് ഡെസ്ക് 24. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ BSNLന്റെ പ്രവർത്തന വരുമാനത്തിൽ വർധന. ഏകദേശം 10% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ പ്രവർത്തന വരുമാനത്തിന്റെ കണക്ക് പുറത്തുവിട്ടത് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ BSNLന്റെ പ്രവർത്തന വരുമാനം 4418 കോടി രൂപയായി.
കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 4017 കോടി രൂപയായിരുന്നു. ഒരു വർഷത്തിനിടെ 401 കോടി രൂപയുടെ വർധനവാണ് BSNL രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്റർപ്രൈസ് ബിസിനസ് വിഭാഗവും മൊബൈൽ സേവന വിഭാഗവും മികച്ച വളർച്ച കൈവരിച്ചതായി കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അറിയിച്ചു. We are looking at a 10% increase in earnings over first quarter 25-26 versus first quarter 26-27. Last year, first quarter, it was about 4,000 crores odd. We have closed first quarter this year at 4,418 crores, which is an increase of roughly 401 crores, which is roughly about 10%. BSNLന്റെ ആവറേജ് റവന്യൂ പെർ യൂസർ 100 രൂപയിൽ നിന്ന് 102.7 രൂപയായി ഉയർന്നതായും മന്ത്രി വ്യക്തമാക്കി. ഉപഭോക്തൃ വരുമാനത്തിലെ ഈ വർധന സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രകടനത്തിന് കരുത്തേകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു വാർത്ത. ബഹ്റൈനിൽ ആക്രമണ ശ്രമമുണ്ടായി എന്നാണ്. 2 തവണ അപായ സൈറൻ മുഴക്കിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ചേർന്നു. റഹീസ്, വിവരങ്ങൾ. അമൽ, ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് ബഹ്റൈൻ കേന്ദ്രീകരിച്ച് ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. രാവിലെ ഗൾഫ് രാജ്യങ്ങളിൽ ബഹ്റൈനിൽ മാത്രമാണ് ഇതുവരെയും ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. 1 മണിക്കൂർ മുൻപ് ഏതാണ്ട് 2 തവണ ഇത്തരത്തിൽ അപായ സൈറൻ മുഴങ്ങിയിരുന്നു. അതിനുശേഷം പിന്നീട് നിലവിൽ കാര്യങ്ങൾ സ്ഥിതിഗതികൾ ഒക്കെയും ശാന്തമാണ് എന്ന തരത്തിലുള്ള ഒരു വിവരം കൂടി ബഹ്റൈനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമല്ല. അപകടത്തിൽ ഏതൊക്കെ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ബഹ്റൈൻ കേന്ദ്രീകരിച്ച് തുടർച്ചയായി വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇന്നലെയും കാര്യമായി തന്നെ ആക്രമണം ബഹ്റൈനും കുവൈറ്റും കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ നിലയിൽ വീണ്ടും ഇന്നും അതേ തരത്തിൽ തന്നെ ആക്രമണം തുടരുകയാണ്. നേരത്തെ ഈ ഹോർമുസിൽ എണ്ണ ടാങ്കറിന് നേരെ ഉണ്ടായ ആക്രമണം, അതിന് പിന്നാലെ ഉണ്ടായ തിരിച്ചടി, അതിനുശേഷം ഈ നിലയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും ആക്രമണം നടത്തുന്ന ഇറാന്റെ പതിവ് രീതി അത് ഇന്ന് പുലർച്ചെയും തുടരുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇവിടെ മാത്രമാണ്, ബഹ്റൈനിൽ മാത്രമാണ് ആക്രമണം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കുവൈറ്റിൽ ആക്രമണം ഉണ്ടായി എന്നുള്ള നിലയ്ക്ക് വരുന്നെങ്കിലും കുവൈറ്റിലെ യാതൊരു തരത്തിലുള്ള ന്യൂസ് ഏജൻസികളും ഈ വിവരം ഉറപ്പിക്കുന്നില്ല. എന്തായാലും ഈ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ ഒരു വശത്ത് തുടരുന്നു എന്നിരിക്കുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിലെ തന്നെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുക എന്നുള്ള ഇറാന്റെ ആ ഒരു ശൈലി, അത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ബേസുകൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തുന്നത് എന്ന് പറയുമ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. ഇന്നലെ ഇത്തരത്തിൽ ഈ UAE-യുടെ എണ്ണ ടാങ്കർ നേരെ ഉണ്ടായ ആക്രമണം, അത് ഹോർമുസിലുണ്ടായ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ ഇപ്പോൾ അപലപിക്കുന്നുണ്ട്. അതിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഒരു ഇന്ത്യക്കാരന് കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആക്രമണങ്ങളൊക്കെയും തുടരുകയാണ്. യാതൊരു തരത്തിലും അതിനയവുണ്ട് എന്ന് ഈ ഘട്ടത്തിലും പറയാൻ കഴിയില്ല. അമൽ, ശരി. എന്തായാലും ഇറാനിൽ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബഹ്റൈനിൽ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. പണി പൂർത്തിയായി 3.5 വർഷം കഴിഞ്ഞിട്ടും ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റ് ഇപ്പോഴും നോക്കുകുത്തിയായി നിൽക്കുകയാണ്. 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള പ്ലാന്റിലേക്ക് ലിക്വിഡ് ഓക്സിജൻ എത്തിക്കാൻ റോഡില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. കോടികൾ അനുവദിച്ചിട്ടും റോഡ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് ഇപ്പോൾ കാട് മൂടിക്കിടക്കുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിനോട് ചേർന്നാണ് ഈ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചത്. 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കും സ്ഥാപിച്ചു. 60 ലക്ഷം രൂപ മുടക്കി കോഴിക്കോട്ടുള്ള കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ പണി തീർന്ന് 3.5 വർഷം കഴിഞ്ഞിട്ടും പ്ലാന്റിലേക്ക് വൈദ്യുതി കണക്ഷനോ ലിക്വിഡ് ഓക്സിജൻ എത്തിക്കാനുള്ള റോഡോ നിർമ്മിച്ചിട്ടില്ല. ഒരിക്കൽ ഓക്സിജനുമായി എത്തിയ ടാങ്ക് ലോറിക്ക് പ്ലാന്റിലേക്ക് കയറാനാകാതെ തിരികെ പോകേണ്ടി വന്നു. നിലവിൽ ആശുപത്രിയിലുള്ള മറ്റ് 2 ചെറിയ പ്ലാന്റുകളും പ്രവർത്തനരഹിതമാണ്.
മെഡിക്കൽ കോളേജിലേക്കുള്ള ഇന്റേണൽ റോഡുകളുടെ പണികൾ പൂർത്തീകരിക്കാൻ പറ്റാത്തതുകൊണ്ടോ ആരംഭിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഉപയോഗക്ഷമമല്ലാതെ കിടക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഇതുകൂടാതെ മറ്റ് 2 ഓക്സിജൻ പ്ലാന്റുകൾ കൂടിയുണ്ട്, ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുണ്ട്. പക്ഷേ ഈ 2 മെഷീനുകളും ഇപ്പോൾ കേടായി കിടക്കുകയാണ്. അതിന് ചെറിയ നിസ്സാരമായ വർക്കുകൾ ചെയ്താൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് നിസ്സംഗത കൊണ്ട് മാത്രമാണ് ഈ 2 മെഷീനുകളും പ്രവർത്തിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഈ ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് കൂടിയാകുമ്പോൾ അങ്ങനെ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള 3 നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥയാണ്. മാർച്ച് മാസത്തിൽ പ്ലാന്റിൽ ഓക്സിജൻ നിറയ്ക്കാനുള്ള കമ്പനിയുമായുള്ള കരാർ കാലാവധി അവസാനിച്ചു. നിലവിൽ ഒരു പ്ലാന്റ് മാത്രമാണുള്ളത്. സ്ഥാപിച്ചിരിക്കുന്ന കമ്പനിയുടെ ഓക്സിജൻ മാത്രമേ നിറയ്ക്കാവൂ എന്നാണ് കരാർ. ടെൻഡർ സംബന്ധിച്ച തർക്കങ്ങളും നിയമക്കുരുക്കുമാണ് റോഡ് പണി നീളാൻ കാരണം. പ്രതിസന്ധി രൂക്ഷമായതോടെ പ്ലാന്റിലേക്കുള്ള 800 മീറ്റർ ദൂരം പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിക്കാനാണ് അധികൃതരുടെ പുതിയ നീക്കം. സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ കോടികളുടെ പദ്ധതികൾ ഇനിയും കാട് മൂടി നശിക്കും. 24 ഇടുക്കി. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വ്യത്യസ്ത ഇനങ്ങളിലുള്ള 1000-ഓളം ഇലച്ചെടികൾ ശേഖരിച്ച് കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശി ജോർജ് ജോസഫ്. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ജോർജ് ജോസഫ് 1986 തുടങ്ങിയതാണ് ഈ ശേഖരം. ഇലച്ചെടികളിൽ പ്രധാനപ്പെട്ടവയാണ് അഗ്ലോണിമയും കലാത്തിയയും. ഇവയിൽ രണ്ടുമായി മാത്രം 250ഓളം വെറൈറ്റി ഇനങ്ങൾ ജോർജ് ജോസഫിന്റെ ശേഖരത്തിലുണ്ട്. ചൈന റെഡ്, സൂപ്പർ വൈറ്റ്, ഓറഞ്ച് സ്റ്റാർ തുടങ്ങി മനോഹരമായ നിരവധി ഇലച്ചെടികൾ. നെപ്പന്തസ് ഇനത്തിൽപ്പെട്ടത് തന്നെ 9 വെറൈറ്റികൾ. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ജോർജ് ജോസഫ് 1986 തുടങ്ങിയതാണ് ഇലച്ചെടികളുടെ ശേഖരം. റിട്ടയർഡ് ചെയ്ത ശേഷം കൂടുതൽ സജീവമായി. 1986 മുതൽ ഞാൻ ഈ ഇലച്ചെടികൾ കളക്ട് ചെയ്യുന്നുണ്ട്, പല പല വെറൈറ്റികൾ. പക്ഷേ ഈ കോവിഡിന് ശേഷമാണ് പുതിയ വെറൈറ്റികൾ നമുക്ക് കേരളത്തിൽ കിട്ടി തുടങ്ങിയത്. 2012 എൻ്റെ അടുത്ത് 65 വെറൈറ്റി ആരോടത്തും ഇല്ലാത്ത അഗ്ലോണിമ റൊട്ടണത്തിൻ്റെ റെയർ വെറൈറ്റികളുണ്ട്. എല്ലാം തായ്ലാൻഡ്, ഇന്തോനേഷ്യയൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വന്ന് പൂനെന്ന് വന്നിട്ട് പൂനെന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ചെടി വേരിന് ചീച്ചിൽ കാണിച്ച് തുടങ്ങിയാൽ ആ ചെടി നിങ്ങൾക്ക് ഒരു കാരണത്താൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് നിങ്ങൾക്ക് രണ്ടാമത് അത് നന്നായി കിട്ടില്ല. ആ ചെടി അങ്ങനെ തന്നെ നശിച്ചു പോകും. ഈ വേര് ചെയ്യലും ഇല അളിയലുമാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അതുകൊണ്ട് അസുഖം വരാൻ കാത്തു നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻ എടുത്തിട്ട് അതിൻ്റെ മരുന്നുകളൊക്കെ അടിക്കണം. ഇവ ദിവസവും നനയ്ക്കേണ്ട ആവശ്യമില്ല. വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നനച്ചാൽ മതി. എത്ര വില നൽകിയാണെങ്കിലും ഇലച്ചെടികൾ ജോർജ് ജോസഫ് സ്വന്തമാക്കും. ചെടികളിലെ പൂക്കൾക്ക് മാത്രമല്ല ഇലകൾക്കുമുണ്ട് അതിലേറെ സൗന്ദര്യം. ഈ ഇലകൾ കാണുമ്പോൾ ബോധ്യമാകുന്നതും അതുതന്നെ. ക്യാമറാമാൻ അനൂപിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. കൊല്ലം ചാത്തന്നൂർ ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ഫണ്ട് തടഞ്ഞുവെക്കുന്നതായി രക്ഷിതാക്കളുടെ പരാതി. എന്നാൽ സർക്കാരിൽ നിന്ന് കൃത്യമായി ഫണ്ട് ലഭിക്കാത്തതിനാൽ എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. സ്കോളർഷിപ്പുകളുടെയും തൊഴിലാളികളുടെ ശമ്പളവും ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്നുവെന്നും സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും പഞ്ചായത്ത് ആവശ്യപ്പെടുന്നു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം 28,500 രൂപയാണ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് നൽകുന്നത്. അടുത്ത വർഷത്തേക്കുള്ള സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സമയമായിട്ടും 2025 സ്കോളർഷിപ്പ് കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല. മാർച്ചിന് മുൻപ് സ്കോളർഷിപ്പ് കൊടുത്തു തീർക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ ഇതുവരെ 1 രൂപ പോലും കിട്ടിയില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. ആശങ്കയിലാണ്. ഇത് കിട്ടുമോ? പുതിയ സ്കോളർഷിപ്പ് എങ്ങനെയാണ്? ഇവരുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുള്ളൊരു പ്രകടനമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതുവരുടെ ആനുകൂല്യമല്ല, ഇവരുടെ അവകാശമാണ്. ഇതൊരു അവകാശ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരാതി ഉയർത്തുന്നത് കൊല്ലം ജില്ലയിലെ ചിറക്കര ഗ്രാമപഞ്ചായത്തിനെതിരെയാണ്. ഫണ്ട് വരാൻ വൈകുന്നതുകൊണ്ടാണ് സ്കോളർഷിപ്പ് നൽകാൻ കഴിയാത്തത് എന്നാണ് വിവരാവകാശത്തിലൂടെ ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച മറുപടി. ഈ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ എന്ത് പറ്റും നമ്മൾ ചോദിച്ചപ്പോൾ അവർ പഴയ ഭരണസമിതി ചെയ്യേണ്ടിയായിരുന്നെന്നും പഴയ സമയത്ത് അവരെ കണ്ടപ്പോഴത്തെ അവർ പറയുന്നത് ഇത് പുതിയ ആൾക്കാർ പുതിയ ഭരണസമിതി ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ഏത് ഭരണസമിതി നമുക്ക് അറിയണ്ട. നമുക്ക് കിട്ടേണ്ട നിയമപരമായിട്ടുള്ള
ഈ സ്കോളർഷിപ്പ് നമ്മളെ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി മേലധികാരികൾ ഇടപെടുകയും അത് വേണ്ട രീതിയിൽ ചെയ്യുകയും ചെയ്യുമെന്ന് ഒരു അഭ്യർത്ഥന മാത്രമേ നമുക്കുള്ളൂ. എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്തതാണ്. അപ്പം ഞാൻ ജോലിക്ക് പോയിട്ടാണ് എൻ്റെ കുടുംബം നോക്കുന്നത്. എനിക്ക് മിൽമയിൽ താൽക്കാലിക ജീവനക്കാരിയാണ്. അപ്പോൾ രാവിലെ ഞാൻ പോയാൽ എൻ്റെ കുഞ്ഞിനൊരു സ്കൂൾ ഉള്ളത് കൊണ്ടാണ് എനിക്കത് പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചിനെ ആരെ മുമ്പിൽ നോക്കും. സർക്കാർ ഈ പൈസ തന്നില്ലെങ്കിലും നമുക്ക് നമ്മളെ മക്കളെ വളർത്തിയേ പറ്റൂ. നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. പക്ഷേ ഇത് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സഹായമാണ്. അതേസമയം സർക്കാരിൽ നിന്ന് കൃത്യമായി ഫണ്ട് ലഭിക്കാത്തതിനാൽ എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുന്നുവെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ കർഷകരുടെ സബ്സിഡി, പാലിയേറ്റീവ് നഴ്സുമാരുടെ ശമ്പളം, റോഡ് കോൺട്രാക്ടർമാരുടെ ശമ്പളം തുടങ്ങി എല്ലാം മുടങ്ങിക്കിടക്കുകയാണെന്ന് ചിറക്കര പഞ്ചായത്ത് പ്രസിഡന്റ്. 2025-26 സാമ്പത്തിക വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ അവസാന ഗഡു, മൂന്നാം ഗഡു സർക്കാരിൽ നിന്ന് ലഭിക്കാതെ വരികയാണ്. അതുമൂലം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ കഴിയാതെ വരുന്നു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വരുന്നു. നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. കഴിഞ്ഞ ജൂൺ 19 ബഡ്ജറ്റ് നടപടികളടക്കം പൂർത്തീകരിക്കുന്ന സ്ഥിതിയുണ്ടായി. 2026-27 സാമ്പത്തിക വർഷത്തെ ഒന്നാം ഗഡു കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഗ്രാമപഞ്ചായത്തുകൾ. 2025 ജനുവരി 19 സർക്കാർ ഇറക്കിയ സർക്കുലർ പ്രകാരം അർഹരായ എല്ലാ ഭിന്നശേഷി കുട്ടികൾക്കും സ്കോളർഷിപ്പ് വാർഷിക പദ്ധതിയുടെ ഭാഗമാക്കി തടസ്സമില്ലാതെ നൽകണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം നടപ്പാക്കാൻ ഫണ്ട് പ്രതിസന്ധി നേരിടേണ്ടി വരുന്നുവെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കുന്നു. സൂര്യഗായത്രി, 24, കൊല്ലം. ഇനി നമ്മൾ പോകുന്നത് ഒരു ചായക്കടയിലെ പുസ്തക വിശേഷത്തിലേക്കാണ്. കാസർഗോഡ് ഉദ്യവാർമാടയിലെ സുരേന്ദ്രൻ കോട്ടിയാന തന്റെ ചായക്കടയിൽ കൂട്ടുപുസ്തകങ്ങളാണ്. കുഞ്ഞുനാളിൽ അമർ ചിത്രകഥകൾ വായിച്ചു തുടങ്ങിയതാണ് പുസ്തകങ്ങളോടുള്ള ഇദ്ദേഹത്തിന്റെ അഭിനിവേശം. ചെറുതും വലുതുമായ ലക്ഷത്തോളം പുസ്തകങ്ങളാണ് അദ്ദേഹം വാങ്ങിക്കൂട്ടിയത്. ഇപ്പോൾ സുരേന്ദ്രന്റെ ചായക്കട ഒരു മികച്ച ലൈബ്രറി കൂടിയാണ്. എട്ടാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം. കന്നഡ മാത്രമേ സുരേന്ദ്രന് എഴുതാനും വായിക്കാനും അറിയൂ. പക്ഷേ സുരേന്ദ്രൻ്റെ ചായക്കടയിലെത്തിയാൽ വിദേശ ഭാഷകളിലേതടക്കം പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത് കാണാം. ഒരു കുഞ്ഞു കടമുറിയിൽ വലിയൊരു ഭാഗം ലൈബ്രറിയാണ്. ചായ കുടിക്കാൻ ആളുകൾ എത്തുമ്പോൾ അവരോട് പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കും. കടയിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യവും ഒരുക്കും. സ്കൂൾ പഠനകാലത്ത് അമർ ചിത്രകഥകൾ വായിച്ചു തുടങ്ങിയത് മുതലാണ് പുസ്തകങ്ങളോട് കൂട്ടുകൂടിയത്. പിന്നീട് ഇങ്ങോട്ട് എവിടെ പുസ്തകോത്സവങ്ങളുണ്ടെങ്കിലും കയ്യിലുള്ളതെല്ലാം എടുത്ത് അങ്ങോട്ട് പോകും. ഒരു കെട്ട് പുസ്തകങ്ങളുമായി തിരികെ എത്തും. ഏടെ പുസ്തകോത്സവം ഉണ്ട്, അടക്കെല്ലാം ഞാൻ പോകും തുടങ്ങി. ഇപ്പോൾ ഇത്തിരി വലുതായി. കന്നഡ ഉണ്ട്, ജാസ്തി കന്നഡ, ഇംഗ്ലീഷ് ഉണ്ട് ഒരുപാട്. പിന്നെ മലയാളികളുണ്ട്, ചൈനീസിൻ്റെ ഉണ്ട്, ജർമ്മൻ ഭാഷൻ്റെ ഉണ്ട്. ഇന്ന് നാട്ടിലെ സർക്കാർ ലൈബ്രറിയേക്കാളും ഗ്രന്ഥശേഖരമുണ്ട് ഈ കടയിൽ. സമീപ പ്രദേശങ്ങളിലെ കോളേജ് വിദ്യാർത്ഥികൾ വരെ പുസ്തകമന്വേഷിച്ച് ഇവിടെ എത്തുന്നു. ഗവേഷക വിദ്യാർത്ഥികൾ റഫറൻസ് ഗ്രന്ഥങ്ങൾക്കായി സുരേന്ദ്രനെ ആശ്രയിക്കുന്നു. ആരെങ്കിലും പുസ്തകം കൊണ്ടുപോയാൽ അത് തിരികെ നൽകാതിരിക്കരുത് എന്ന അഭ്യർത്ഥന മാത്രമാണ് സുരേന്ദ്രനുള്ളത്. ഒരു ആൾക്ക് പൈസ കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തം ടെൻഷൻ ഇല്ല. ബുക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഇല്ല, പൈസേൻ്റെ പ്രശ്നമില്ല. ചായ കുടിക്കാൻ ഒരു 100 രൂപ കിട്ടും, പിന്നെ തന്നില്ലെങ്കിൽ പറയാൻ പ്രശ്നമില്ല. പുസ്തകം കിട്ടിയെങ്കിൽ ഭയങ്കര ടെൻഷനാവും. അത് അന്ന് ഉറക്കി ഭയങ്കര ടെൻഷനാവും. ഇത്തവണ കന്നഡ പാഠാവലികൾ പരിഷ്കരിക്കുമ്പോൾ അതിന് അധ്യാപകർ പുസ്തകങ്ങൾ തേടിയെത്തിയത് സുരേന്ദ്രൻ്റെ ലൈബ്രറിയിലേക്കാണ്. നല്ല കാമ്പുള്ള പുസ്തകങ്ങൾ ഇവിടെ ലഭിക്കുമെന്ന് സ്ഥിരമായി എത്തുന്ന വായനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു. പല ബുക്കുകളുണ്ട്. നമ്മൾ കാണാത്ത കുറേ ബുക്കുകൾ ഇതിനകത്തുണ്ട്. ഇത് ഒരേ വ്യക്തിയാണ്. എത്രയോ ഒരു 15 ലക്ഷത്തിന് മുകളിലുണ്ടാവും തോന്നുന്നു. എണ്ണിയാലും തീരാത്ത അത്ര പുസ്തകങ്ങളുണ്ട്. അതെ, ഒരുപാട് പുസ്തകമുണ്ട്. ഞാൻ കുറേ നോക്കി. ഒരു വലിയ ലൈബ്രറി തന്നെ പറയാം. അവർ ഒരു ജ്ഞാനം ഒരുപാട് അവരാക്കി കൊടുക്കുന്നത് നല്ലൊരു ഇത് കാണുന്നുണ്ട്. കടയിൽ മാത്രമല്ല, വീട്ടിലും വലിയ പുസ്തക ശേഖരമുണ്ട്. ഒരു ലൈബ്രറിക്ക് സമാനമായി നമ്പറുകൾ ഇട്ട് സൂക്ഷിക്കുമ്പോഴും ഭൂരിഭാഗവും എടുത്തു വെക്കാൻ ഷെൽഫുകൾ തികയുന്നില്ലെന്ന പ്രയാസം മാത്രമാണ് സുരേന്ദ്രനുള്ളത്. ഈ ബോർഡ് കണ്ടില്ലേ? വിദ്യാധനം സർവധനാൽ പ്രധാനം. 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂവെങ്കിലും സുരേന്ദ്രൻ കോട്ടിയാൻ അക്ഷരങ്ങളെ സ്നേഹിച്ചു. നാൾക്കുനാൾ തൻ്റെ ഗ്രന്ഥാലോകം വികസിപ്പിച്ചു. ഇവിടെ എത്തുന്ന ഓരോരുത്തരെയും വായിച്ചു വളരണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉദ്യാവരയിൽ നിന്നും ക്യാമറമാൻ വിനോദ് മേലിലേക്കൊപ്പം പ്രദീപ് നാരായണൻ, 24.
പുരാവസ്തുക്കളുള്ള താല്പര്യം കൊണ്ട് വീട് തന്നെ മ്യൂസിയമാക്കി മാറ്റിയ ഒരാളെക്കുറിച്ചാണ് ഇനി. കോഴിക്കോട് പൊറ്റമ്മൽ കാട്ടുകുളങ്ങര സ്വദേശി ശിവദാസൻ. ഇദ്ദേഹത്തിന്റെ വീടൊരു കൊച്ചു മ്യൂസിയം തന്നെയാണ്. ഒരു വീട് തന്നെ മ്യൂസിയമാക്കി മാറ്റിയ ആളെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാട്ടുകുളങ്ങര സ്വദേശി മാണിക്കോത്ത് ശിവദാസൻ. നമുക്ക് ആ മ്യൂസിയം ഒന്ന് കാണാം. ഇതാണ് ശിവദാസേട്ടൻ. ശിവദാസേട്ടൻ്റെ വീടിൻ്റെ 2ാം നില മൊത്തം മ്യൂസിയമാണ്. നമുക്കിത് കാണാം. പല രീതിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്, പല പുരാവസ്തുക്കൾ. വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഇവയിൽ പലതും. മരം കൊണ്ട് നിർമ്മിച്ച റെഫ്രിജറേറ്ററാണ് അതിൽ പ്രധാനം. മണ്ണെണ്ണ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ജർമ്മൻ നിർമ്മിത റെഫ്രിജറേറ്റർ ചെന്നൈയിൽ നിന്നാണ് ശിവദാസൻ സ്വന്തമാക്കിയത്. നൂറ്റാണ്ടുകൾ മുമ്പുള്ള ആധാരമാണിത്. പല കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന നാണയങ്ങളുടെയും നോട്ടുകളുടെയും സ്റ്റാമ്പുകളുടെയും വൻ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ആദ്യകാലത്തെ തൂക്കുകട്ടകൾ, ഫോണുകൾ, വിളക്കുകൾ, ക്ലോക്കുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, പ്രിന്റിംഗ് മെഷീൻ, തപാൽ പെട്ടി, വീട്ടുപകരണങ്ങൾ, ചർക്ക തുടങ്ങി പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമുള്ള പലതും ഇവിടെയുണ്ട്. ഇവിടെ 200 ചില്ലാം കൊല്ലം വരെ പഴക്കമുള്ളതുണ്ട്. 100 കൊല്ലം, 80 കൊല്ലം, ഇങ്ങനെ ശേഖരം ഓരോരുത്തരും കൊടുത്തുന്ന ഓട്ടമുക്കാൽ മുതൽ പിന്നെ 1 കാശ്, 2 കാശ്, 3 കാശ്, അങ്ങനെ പിന്നെ പഴയ സ്റ്റാമ്പുകളും ഉണ്ട്. ഇതേമാതിരി ഓരോ കാശിൻ്റെ തേങ്ങ. ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ ഉണ്ട്, അതിൽ വലിയ തേങ്ങയുണ്ട്. ലോകത്തെ ഏറ്റവും ചെറിയ തേങ്ങയും വലിയ തേങ്ങയും ഇവിടത്തെ മറ്റു കൗതുക കാഴ്ചകളാണ്. ഹോട്ടൽ ഉടമയായ ശിവദാസന് പുരാവസ്തു ശേഖരത്തോടൊപ്പം ചെടി വളർത്തലും അലങ്കാര മത്സ്യ കൃഷിയുമുണ്ട്. പുരാവസ്തുക്കളോട് അടങ്ങാത്ത പ്രിയമാണ് ശിവദാസേട്ടന്. എന്ത് വില കൊടുത്തും അവ സ്വന്തമാക്കും, വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം വർഷാഗിരീഷ്, 24 കോഴിക്കോട്. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻസ് നടത്തിയ CTMA ഉത്സവ് കൊടിയിറങ്ങി. വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ മദ്രാസ് കേരള സമാജം ജേതാക്കളായി. സമാപന ചടങ്ങിൽ CTMA ചെയർമാൻ ഗോകുലം ഗോപാലൻ, അഭിനേതാക്കളായ നിമിഷ സജയൻ, കരുണ, സംവിധായകൻ സജീവ് പാഴൂർ എന്നിവർ മുഖ്യാതിഥികളായി. കഴിഞ്ഞ തവണ കൈവിട്ട കപ്പ് ഇത്തവണ ഉയർത്തുമ്പോൾ മദ്രാസ് കേരള സമാജത്തിന് ഇത് മധുര പ്രതികാരം. 329 പോയിന്റുകളാണ് ചാമ്പ്യന്മാർ നേടിയത്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കൊളത്തൂർ മലയാളി സമാജം 303 പോയിന്റുകളോടെ റണ്ണേഴ്സപ്പായി. 239 പോയിന്റുകൾ നേടിയ തെൻചെന്നൈ കൈരളി അസോസിയേഷനാണ് 3ാം സ്ഥാനം. പരാജയം ജയത്തിന്റെ മുന്നോടിയെന്ന CTMA ചെയർമാൻ ഗോകുലം ഗോപാലൻ. അവാർഡ് കിട്ടുന്ന ഒന്നായിരിക്കാം, പക്ഷേ തോറ്റവർക്കും അവർക്ക് അഭിമാനം നാളെ ഇന്നല്ലേ നാളെ കിട്ടുമെന്നുള്ളതാണ്. നമ്മുടെ ആ കഠിന പ്രയത്നത്തിൽ നിങ്ങൾ ഇന്ന് തോറ്റവരാണെങ്കിൽ നാളെ ജയിക്കുന്നവരായിരിക്കും. നമ്മുടെ കഠിന പ്രയത്നത്തിലായിരിക്കും, നമ്മുടെ പരിശ്രമത്തിലായിരിക്കും നമ്മുടെ വിജയങ്ങൾ മുഴുവൻ. ഓരോ വർഷവും CTMA കലോത്സവത്തിന് പ്രാധാന്യമേറുന്നുവെന്നും മത്സരാർത്ഥികളുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്നത് അതാണെന്നും CTMA എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ AC സുഹാസിനി. CTMA ഉത്സവത്തിൽ ഇത്രയും ചാൻസ് ഇവർക്ക് കിട്ടുമ്പോൾ വളരെ താല്പര്യപൂർവ്വമാണ് ഇവർ വരുന്നത്. അത് വർഷം തോറും അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണനിലവാരം കൂടുകയാണ് ചെയ്യുന്നത്. മലയാള മിഷൻ പ്രവാസി സാഹിത്യ പുരസ്കാരം നേടിയ ഡോക്ടർ AV അനൂപ്, ഇന്ത്യയിലെ മികച്ച മലയാള മിഷൻ പ്രവർത്തകയായി തിരഞ്ഞെടുക്കപ്പെട്ട PR സ്മിത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രൗഢഗംഭീരമായ സമാപന ചടങ്ങിന് CTMA അധ്യക്ഷൻ VC പ്രവീൺ, സെക്രട്ടറി MP അൻവർ എന്നിവർ നേതൃത്വം നൽകി. 24 ചെന്നൈ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.